ഇച്ചിരി പൊടി എവിടെയൊക്കെ എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് വന്ന് വൃത്തിയാക്കണം. പൊടി കൊണ്ട് ചുമയൊക്കെ വരുന്നു. എന്താ മുകളിൽ കുറെ ABC ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. മോളെ ആ വീടൊന്ന് വന്ന് വൃത്തിയാക്ക്. ഓ, ഇപ്പൊ വീടൊക്കെ തനിയെ വൃത്തിയായിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. പോയി നോക്കാം. നല്ല മോളെ വീടൊക്കെ വൃത്തിയാക്കി. എന്നാലും ഇതിങ്ങനെ റിമൈൻഡ് അടിച്ചു ഇപ്പൊ ഈ വീടൊക്കെ വൃത്തിയായിരുന്നു. കൂടി അതിൻ്റെ അടുത്ത് പോയി നോക്കാം. ഇനി അതിനെയാണോ നോക്കണല്ലോ. നോക്കണ്ട, ഉറപ്പിക്കാം. ഇതെന്തായാലും എൻ്റെ ഷെൽഫിൽ വെക്കാം, ആരും എടുക്കണ്ട. നീ കുറച്ചിനും പോയിട്ട് TV ആണ്. ഇതെല്ലാം ആ കാര്യം തേയ്മാനോടൊന്ന് പറഞ്ഞേക്കാം. ഞാനില്ലേ അവിടെ പോയി നിൽക്കുമ്പോൾ ഒരു മാജിക്കിൻ്റെ ഒരു ഷീറ്റ് കണ്ടു. ഞാനത് നോക്കിയിരുന്നപ്പോൾ എന്താ ഇതെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ വീടൊക്കെ ഒന്ന് താനേ വൃത്തിയായിരുന്നു വിചാരിച്ചപ്പോൾ അവിടെ വീട് മൊത്തം വൃത്തിയായി. ശിക്കാൻ പറ്റുന്ന കളൊക്കെ നിന്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു. കൊതിപ്പിക്കല്ലേ. എന്തായാലും നീ ഒന്ന് പറഞ്ഞേ, ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. എന്നാ പറ, ഒരു സെക്കൻഡ്. ഇങ്ങോട്ടായി ഓടുന്നേ. ഒന്ന് മന്തി കഴിക്കേണ്ട ഷീറ്റല്ലേ ഇതാണോ? നീ പറ, ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയുന്നത് ഇതാ. എന്നാ നീ പറയുന്നത്? അല്ലേ ഞാൻ പറയുന്നില്ല. കപ്പിളല്ലാതെ ആരോ എൻ്റെ കൂടെ കളിക്കാനുണ്ട്. ഈ വീട്ടിലെ എല്ലാ ടോയ്സും മൃഗങ്ങളായിരുന്നെങ്കിൽ എൻ്റെ കൂടെ കളിക്കായിരുന്നു. കളിച്ചിട്ട് ഒരു കാര്യം. ഇതൊക്കെ ഞാൻ മാജിക് വെച്ചിട്ടാണല്ലോ പറഞ്ഞത്. സൗണ്ട് ഞാൻ കൈയുള്ളത് ഓർത്തില്ല. മിണ്ടാതിരിക്കാൻ പറ്റുമോ? എന്നാൽ ഇവിടെ ഒന്നും മൃഗങ്ങളില്ലല്ലോ. ബാക്കി ഇവിടെ മൃഗങ്ങളൊന്നും ഇല്ലല്ലോ. അത് ബാക്കി പോയത് എന്റെ ജീവനാ പോയത്. ഇവിടുത്തത് കടിക്കില്ലല്ലോ, അപ്പൊ അതും കടിക്കില്ല. അതെന്നത് വലിയ കാര്യം. അതെന്തായാലും നന്നായി. എന്തൊക്കെ ടോയ്സ് ആദ്യം മേടിച്ചു വെച്ച. നീ പുലിയൊന്നും മേടിച്ചു വെച്ചിട്ടില്ലല്ലോ. ഞാനൊരു ചെറിയ പുലി കളിച്ചിട്ടായിരുന്നു. പക്ഷെ അത് ഇത്തിരി ആയാലും വലുതായാലും മൃഗമാകുമ്പോ അത് വലുതായി. ഡ്രാഗൺ നമ്മുടെ കീച്ചിലായിരുന്നു, എന്നിട്ടത് വലുതായില്ലേ. പുലിയായിട്ടുണ്ടാവോ? കേറുന്നതിന്റെ മുന്നേ ഒരു സാധനം ശ്രദ്ധിച്ചു. എന്താ? നമ്മുടെ തലയുടെ മുകളിലുള്ളത് പന്നിക്കുട്ടി. പക്ഷേ ഇത് തോയല്ലേ. അത് ഇപ്പൊ അയക്കും. നമ്മളിവിടെ ഇരുന്ന അത് നമ്മളുടെ അടുത്തേക്ക് വരും, മേശന്റെ അടിയിൽ നിന്ന്. അപ്പൊ നമ്മൾക്ക് ഇവിടെ നേരെ ബാൽക്കണി കയറി. ബാൽക്കണിയിലാകുമ്പോ ഒരു മൃഗവും ഞാൻ അടച്ചതാ ഞാൻ. ഇവിടെ ഇനി വല്ല ടോയ്സും നീ കൊണ്ട് വെച്ചിട്ട് രാത്രി എന്തോട് വെച്ച് കളിച്ച പോലെ പൂച്ചക്കുട്ടി വെച്ച് കളിച്ചു. ആദ്യമായിട്ട് നിനെക്കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. ഇന്നല്ലാതെവിടെ ഞാൻ അമ്മയുടെ ഇത്ര പറഞ്ഞൊരു പൂച്ചയെ വാങ്ങാതെ ഇന്നെന്തായാലും പൂച്ചനെ വെച്ച് കളി. എടി നമ്മൾ കൃത്യസമയത്താ വന്നത്. കണ്ടോ അവിടെ സിംഹത്തിനെ നമ്മൾ പെട്ടത് കയറി വാതിലടിച്ചു വന്നത്. നീ എന്താ പറഞ്ഞ പൂച്ചനെ വെച്ച് കളിച്ചതല്ലേ? അത് പുലിയല്ലേ എടി. പിന്നെ ഒരു നല്ല കാര്യം കൂടി ഉണ്ട്. ഇതൊക്കെ ടോയ്സ് ആയ മൃഗങ്ങളല്ലേ, അവർക്ക് ഇരുന്ന സ്ഥലത്ത് നനങ്ങാൻ പറ്റും. അവര് ആ മൃഗങ്ങൾക്കൊക്കെ 1 മീറ്ററേ ഓടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഓടിക്കോ. മീറ്റർ ഒന്നുമല്ല, കുറച്ചങ്ങോട്ടേക്കൊക്കെ പോകും. അതുകൊണ്ടാണ് ഞാൻ ഓടിക്കോന്ന് എപ്പോഴും പറയുന്നത്. നമ്മളെ ബാക്കിൽ കൂടിയല്ലേ വരാനുള്ളൂ. പുലിയെന്ന് തന്നെ ഇവിടെ തൊട്ടടുത്ത് പുറകെ
എടി ബെഡിന്റെ മോള് പുലിയ പോ. അയ്യോ ഇവിടെ നേരം ഭയങ്കര പാടായി നേരത്തെ. അയ്യോ അവരടുക്കളയൊക്കെ നമ്മുടെ ഭക്ഷണം മൊത്തം കഴിക്കാടി. അല്ല നമ്മൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടു? നീ മാജിക് കാർപ്പറ്റിനാ പറഞ്ഞ അവൻ തന്നെ അതൊക്കെ പോക്കി തരില്ലേ? അത് ശരിയാണല്ലോ. മാജിക് കാർപ്പറ്റ് ഇവിടെ എല്ലാ മൃഗങ്ങളെയും ടോയ്സ് ആയിട്ട് തിരിച്ചു തരണേ. എന്താ വിഷം? അതെല്ലാവരും ടോയ്സ് ആയിരുന്നു. സമാധാനം പോയി കഴിക്കും.